എന്റെ ഈ പാവം പട്ടിനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ വേണ്ടതിനും പറഞ്ഞെടുക്കുന്നത്. ഈ പാവത്തിനെ കണ്ടറിയില്ല, ആരും പിടിച്ച് കടിക്കത്തില്ലാന്ന്. വീടിന്റെ അകത്ത് കയറിയ ആളെ പട്ടി പിടിച്ച് കടിച്ച സംഭവത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. വീടിന്റെ അകത്ത് പെർമിഷൻ ഇല്ലാതെ കയറാനായിട്ട് പറ്റില്ല. കയറി കഴിഞ്ഞാൽ അപ്പൊ തിങ്കു പിടിച്ച് കടിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്ത കുറവാണ്. നിങ്ങളുടെ കോഴിക്കുഞ്ഞ് ഞങ്ങളുടെ പറമ്പിൽ കയറിയത് ഞങ്ങളുടെ പട്ടി അതിന് പിടിച്ച് തിന്നു. അസ്വാഭാവികം. നമ്മൾ പട്ടീനെ വളർത്തി മാത്രം മൊത്തം പ്രശ്നം. എന്റെ പട്ടി കുറയ്ക്കാൻ പാടില്ല, മൂളാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. എന്ത് കഷ്ടമായത്. നിങ്ങൾക്കറിയോ ഇത്ര അനുസരണമുള്ള പട്ടി ഈ പഞ്ചായത്തിൽ പോലുമില്ല. എന്റെ സ്വന്തം മോനെ പോലെ ഞാൻ അവനെ കരുതുന്നത്. അതറിയോ നിങ്ങൾക്ക്? ഈ പഞ്ചായത്തിൽ പുതിയ ആൾക്കാരെ കാണുമ്പോൾ എന്റെ പട്ടി കുറച്ച് ഷോ കാണിച്ചിരിക്കും. അതിന് ഇത് ഇത്ര പട്ടിഷോ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല. എന്റെ പാവം പട്ടി നോക്കിയാണ് നിങ്ങൾ നായിന്റെ മോനെ വിളിച്ചത്. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഇതിൽ പട്ടീനെ വെച്ച് വളർത്തിക്കോട്ടെ. ഇറച്ചി മീനും കൊടുക്കുമ്പോൾ ഇച്ചിരി നാറ്റൊക്കെ ഉണ്ടാവും, വേസ്റ്റ് ഒക്കെ അങ്ങനെ പുറത്തുള്ളുമ്പോൾ ഇച്ചിരി മണമൊക്കെ ഉണ്ടാവും എന്ന് വെച്ചു. എന്ത് സംഭവിക്കാനിപ്പോ? അടിച്ചു കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സഹിക്കുക? ഞങ്ങൾ അതിന്റെ ഉത്തരവാദികളല്ല. ഇത്ര അനുസരണമുള്ള പാവത്തിന്റെ ഫുഡ് കളയാനാണോ നിങ്ങൾ പറയുന്നത്? വളരെ മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. ചേച്ചി എന്നാ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല. 10-24 കുത്തുപൊക്കുകളിലും ചുറ്റും കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇത്രയും സ്നേഹിച്ചിടന്നിട്ട് എന്നാലും ചേച്ചിനെ പട്ടി കടിച്ചല്ലോ. എന്നിട്ട് പട്ടി എന്തേ? പട്ടീനെ ഞാനങ്ങ് കൊന്നോ? എന്നോട് ഇനി ഒന്നും ചോദിക്കണ്ട. എന്നെ റെസ്പെക്ട് ഇല്ലാത്ത ഒരു ജീവനെ ഞാനിവിടെ വെച്ച് പുലർത്തില്ല. ഹൈ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മൃഗസ്നേഹികളോട് പറയാനുള്ളത്, ഇപ്പൊ 3 പൂച്ചക്കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അതിനകത്ത് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരും. 3 വേണമെങ്കിൽ കൊണ്ടുപോക്കോ. ഇവിടെ ശല്യമായിട്ടൊന്നല്ല കേട്ടോ.